കായംകുളം ഏദൻ ഗാർഡൻ ഗേൾസ് ക്യാമ്പയിൻ്റെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പഠനാരംഭവും പ്രതിഭകളെ ആദരിക്കലും ഏദൻ ഗാർഡൻ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായുള്ള ഏദൻ ഗാർഡൻ നോളജ് ഹബിൻ്റെ പദ്ധതി ലോഞ്ചിങ്ങും നടന്നു. മന്ത്രി എം ലിജു ഉദ്ഘാടനവും പദ്ധതി സമർപ്പണവും നിർവഹിച്ചു. കായംകുളം ഏദൻ ഗാർഡൻ ഗേൾസ് ക്യാമ്പസിന്റെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പഠനാരംഭം, പ്രതിഭകളെ ആദരിക്കൽ, ഏദൻ ഗാർഡൻ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായുള്ള ഏദൻ ഗാർഡൻ നോളജ് ഹബിന്റെ പദ്ധതി ലോഞ്ചിങ് എന്നിവ നടന്നു. ഏദൻ ഗാർഡൻ ചെയർമാൻ ഷൌക്കത്ത് നൈമിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു യോഗത്തിന്റെ ഉദ്ഘാടനവും പദ്ധതി സമർപ്പണവും നിർവഹിച്ചു. ഖുർആനിലെ ആദ്യ വാചകം തന്നെ എഴുതുന്നതിനെ കുറിച്ചാണ്, അറിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാമിക സമൂഹം എല്ലാ കാലത്തും ലോകത്താകമാനം അറിവിന്റെ സന്ദേശം നൽകിയവരാണ്. വിദൂര ദേശങ്ങളിലേക്ക് പോയി അറിവ് നൽകി അത് ലോകത്താകമാനം പടർത്തണം എന്ന് പറഞ്ഞ മഹത്തായ ഒരു മതത്തിന്റെ, മഹത്തായ ഒരു സംസ്കാരത്തിന്റെ വക്താക്കളായിരിക്കുന്ന ഒരു സംഘടന, അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഷൌക്കത്ത് നഈം അൽ ബുഖാരിയെ പോലെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ വളരെ മനോഹരമായി നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 6ാമത്തെ ബാച്ചാണ് അല്ലേ? നീറ്റിന്റെ 6ാമത്തെ ബാച്ചും 4ാമത്തെ ഹദിയ ബാച്ചും. നിരവധി കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നും ശാസ്ത്ര വിഷയങ്ങളിൽ മികച്ച വിദ്യാഭ്യാസം നേടി നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും മികച്ച എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഇവിടെ നിന്നും ആർജിച്ചെടുക്കുന്ന ധാർമ്മികതയുടെയും ആത്മീയതയുടെയും സന്ദേശം, അറിവ് ലോകത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന, ലോകത്തെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ നിന്നും മോചിതരാക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിന്റെ മോചനത്തിന് നിങ്ങളാൽ കഴിയുന്ന പങ്കുവഹിക്കാൻ സഹായകരമാകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുക. ഞാനിപ്പോൾ വരുന്നത്, ഇന്ന് കുറച്ചേറെ പരിപാടികളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് മെയ് മാസം 31 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ലോക പുകയില വിരുദ്ധ ദിനമാണ്. വരുന്ന ജൂൺ മാസം 26 തീയതി ലോക ആന്റി ഡ്രഗ് ഡേ ആണ്, മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പുകയില വിരുദ്ധ ദിനവും ആന്റി ഡ്രഗ് ഡേയും ഒക്കെ തന്നെ ഇന്ന് ലോകത്തിന് ആചരിക്കേണ്ടി വരുന്നത്? കാരണം സമൂഹത്തിൽ ഇതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നതുകൊണ്ടാണ്. പുകയിലയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഇന്ന് അവിടെ സംസാരിച്ചു. ക്യാൻസറും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹികമായിട്ടുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും കുടുംബങ്ങളെ അനാഥമാക്കുന്നതും. AM ബഷീർ മുസ്ലിയാർ, അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ്, പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ ബുഖാരി, മുഹമ്മദ് സാബിർ, APM നഈം, MK ഖലീൽ റഹ്മാൻ, അബ്ദുള്ള ഹാജി, മുഹമ്മദ് സാദിഖ്, നഗരസഭാ കൗൺസിലർ അസീം നാസർ, കാലിസ്റ്റോ സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ ഹനാൻ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.